ശിർക്കിന് ഫലമുണ്ടോ ഇല്ലേ എന്നാണ്. ശിർക്കിന് ഫലമുണ്ടോ ഇല്ലേ എന്നതാണ് മറ്റൊരു വിഷയം. അത് വലിയൊരു പ്രശ്നമാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ചെറിയൊരു അട്ടിമറിയാണ് അവർ നടത്തിയത്. അതെന്താ? വിശുദ്ധ ഖുർആനിൽ കുറേ ആയത്തുകൾ കാണാം, അല്ലാഹുവില്ലാത്ത വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ ഉത്തരം ചെയ്യുക ഇല്ല. അല്ലാഹുവില്ലാത്ത വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കൂല, ഉത്തരം ചെയ്യൂല. അവൻ ഉത്തരം ചെയ്യാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കേക്കാൾ വഴിപഴച്ച ആരുണ്ട്? ഇങ്ങനത്തെ കുറെ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് അലിമതി കണ്ടോ? ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുക, അല്ലാഹുവില്ലാത്ത വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഓരാരും കേൾക്കുക, ഉത്തരം ചെയ്യൂല. ഫൈസൽ മുസ്ലിയാർ പറയാ ശിർക്കിന് ഗുണമുണ്ട്, ഫലമുണ്ട്. അപ്പൊ രണ്ടും വൈരുദ്ധ്യമാണ്. മുപ്പക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടില്ല, ഈ ആയത്തും മനസ്സിലായിട്ടില്ല. അതാണ് പ്രശ്നം, വേറൊന്നല്ല. യഥാർത്ഥത്തിന് ശിർക്കിന് ഫലമുണ്ട് എന്ന് നമ്മൾ വിഷയം കൊടുത്തത് എവിടെയാണ്? ശിർക്കിന് ഫലമുണ്ട് പറഞ്ഞ എവിടെ? അത് ആദ്യം അലിമതിന് പറയട്ടാ ക്ലിപ്പൊന്ന് കേൾക്കാം. നമുക്ക് വിഷയത്തിൽ കിടക്കാം. ശൈത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ ഉത്തരം നൽകും. ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് ഫൈസൽ മുസ്ലിയാരും ടീമും ഇവിടെ വായിച്ച ആയത്താണിത്. അപ്പൊ എന്താണ് ശിർക്കിന് ഫലമുണ്ട് പറയാൻ നമ്മൾ വായിച്ച ആയത്താണിത്. ഏതൊരു ആയത്ത് വായിച്ചകളോ, അത് ഓതിക്കല്ലോ, അതോടൊക്കെ ആവശ്യമുണ്ടത്. അപ്പൊ എന്താ അങ്ങനെ ഫലമുണ്ട് പറയാൻ നമ്മൾ പറഞ്ഞു. എന്നിട്ട് പിന്നെ മൂപ്പര് അതെല്ലാം സ്ഥാപിക്കാൻ വേണ്ടി പരിഭാഷയിൽ ഇങ്ങനെ വായിക്കട്ടെ അദ്ദേഹം. ഈ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാല് ഫലം കിട്ടുക. സൂറത്തു സുമറിലെ 38-ാമത്തെ വചനം ഒന്ന് പരിശോധിച്ച് നോക്കും നിങ്ങൾ. അവിടെ വിശദീകരിക്കുന്നു അമാനി മൗലവി, ഉമർ മൗലവിയുടേതാണ്. ആകാശഭൂമികളുടെ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് അറിവുള്ളതോടുകൂടി മറ്റേതെങ്കിലും വസ്തുക്കളെ ആരാധിക്കുകയും അവ മൂലം നന്മയും തിന്മയും ലഭിച്ചേക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് തനി വിഡ്ഢിത്തമാണ്. തനി വിഡ്ഢിത്ത അഥവാ ഷിർക്കിന് ഫലമുണ്ട് എന്ന വിശ്വാസം അസൽ വിഡ്ഢിത്തമാണ് എന്ന് ഉമർ. അത് മൂപ്പര വക. അപ്പൊ എന്താ? അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യൂല. സഹായിക്കാൻ സംശയം ഉറപ്പല്ലേ? ഞാനത് പറഞ്ഞപ്പോഴേ പറഞ്ഞു, മമ്പളത്ത് പോയി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അയാൾ വന്നത് മമ്പളം തങ്ങൾ അറിയുന്നില്ല, അയാൾക്ക് പ്രശ്നമുള്ളത് മമ്പളം തങ്ങൾ അറിയുന്നില്ല, അയാളെ പ്രശ്നം തീർന്നാലോ അത് തീർന്നു എന്ന് തങ്ങൾ അറിയുന്നില്ല. ഇങ്ങനത്തെ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും തങ്ങപ്പാപ്പാക്ക് അറിയില്ല. ശിർക്കിന് ഫലമുണ്ട് പറഞ്ഞാൽ അല്ലല്ലാത്ത ആരെ വിളിച്ചാലും പോലൊക്കെ വിളികൾക്കും ഉത്തരം ചെയ്യുമെന്നാണോ? ഒരിക്കലുമല്ല. അള്ളയാണ്, മുജീബ് അള്ളയാണ്. ദുആ കേൾക്കാൻ, ദുആക്ക് ഉത്തരം ചെയ്യാൻ പടച്ച റബ്ബിന് മാത്രമേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. അത് മൂപ്പര് എടുക്ക് പറയുന്നുണ്ട്, ഫൈസൽ മുസ്ലിയാർ എടുക്ക് പറയുന്നുണ്ട്, അല്ല മാത്രമേ ദുആ കേൾക്കുള്ളൂ പറയുന്നുണ്ട്. ഈ അടുക്കല്ല എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഇടക്ക് ആക്കിയെന്നുള്ളൂ. പിന്നെ എന്താണ് ഇപ്പൊ ഈ ശിർക്കിന് ഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ശിർക്ക് ചെയ്യുന്നവന് ചില പ്രയോജനങ്ങൾ, ചില ഉപകാരങ്ങൾ അതുവഴി ലഭിക്കുന്നു. അത് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നബിനെ വിളിച്ചാൽ നബി അല്ല കൊടുക്കുന്നത്, വലിയനെ വിളിച്ചാൽ വലിയല്ല കൊടുക്കുന്നത്, മഹാന്മാരെ വിളിച്ചാൽ മഹാന്മാരല്ല കൊടുക്കുന്നത്. അവർക്ക് ആർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല. മടിച്ചവർ കേൾക്കുകയില്ല, ഉത്തരം ചെയ്യുകയില്ല. തർക്കമില്ലാത്ത കാര്യമാണ്. ശിർക്കിന് ഫലം ഉണ്ട് പറഞ്ഞാലോ അവിടെ എന്താ ഉദ്ദേശം? ശിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു. അതെങ്ങനെ ലഭിക്കുക? അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതാണ്, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്നതാണ്, മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം എഴുതി പോകുന്നതാണ്. അതിനപ്പുറത്ത് നമ്മൾ ആരൊന്നും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? കുല്ലൻ മിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അത്വാഇ റബ്ബിക് വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറാ. സൂറത്ത് ഇസ്രാഈൽ അല്ലാഹു തആല പറയാണ്, കുല്ലൻ മിദ്ദു ഹൗലാഇ വഹൗലാ, എല്ലാവർക്കും നാം സഹായം നൽകും, ഇവർക്കും നൽകും അവർക്കും നൽകും. മിൻ അത്വാഇ റബ്ബിക, റബ്ബിന്റെ ഔദാര്യം അവന്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും. ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ്. അഥവാ തൗഹീദുള്ളവനും അല്ലാഹുവിന്റെ സഹായം കിട്ടും, ശിർക്കുള്ളവനും അല്ലാഹുവിന്റെ സഹായം കിട്ടും. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബല്ലാത്തവനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മുസ്തഖബിൽ പറഞ്ഞു, അത് ഒന്നുകിൽ അവനെ പരീക്ഷിക്കാൻ, ഓൻ ചാടത്തങ്ങ് പോയി തേടി ഓനെ പ്രശ്നം തീർന്നു, അല്ല തീർത്തു കൊടുത്തു. അപ്പൊ അല്ല നോക്കുക ഓൻ എന്താ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് മടങ്ങുമോ അതല്ല
തങ്ങളെ കൊണ്ട് കുട്ടിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഇനി കാലാകാൻ തങ്ങളൊപ്പം പോയി കൂടുമോ? അവനെ ടെസ്റ്റ് ചെയ്യണം അല്ലാഹു തആല. അല്ലെങ്കിൽ അവൻ മുൽത്തറാണ്, അവൻ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുന്നവനാണ്. ആ പ്രയാസപ്പെടുന്നവൻ അല്ലാഹു തആല തൽക്കാലം സഹായിക്കുകയാണ്. അതുമല്ലെങ്കിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അവന്റെ തേട്ടവും അവന് ഈ വിഷയം ഉണ്ടായതും യാദൃച്ഛികമായി ഒത്തുവന്നതുമായിരിക്കാം. അല്ല കണക്കാക്കിയ സമയത്ത് ഒരു കുട്ടി ഉണ്ടായി, സംഗതി വശാൽ ഓൻ ആ സമയത്ത് ജാർത്തങ്ങ പോയതും അപ്പൊ രണ്ടും ഒത്തുവന്നപ്പോൾ ഓൻ വിചാരിച്ചു അവിടെ പോയതുകൊണ്ടാണ് കിട്ടിയത്. ഇനി അതുമല്ലെങ്കിൽ പിശാചിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇവൻ അല്ലാഹുവിലേക്ക് പോകുന്നത്. അപ്പൊ റബ്ബല്ലാത്തവനിലേക്ക്, ശിർക്കിലേക്ക്, ഖുറാഫാത്തിലേക്ക്, ഹറാമിലേക്ക്, കുഫറിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നത് കണ്ടാൽ ശൈത്വാന് വലിയ സന്തോഷമായി. അപ്പൊ ശൈത്വാനെ കൊണ്ട് വല്ലതും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഓൻ ചെയ്തു കൊടുക്കും. അത് ദുആക്ക് ഇജാബത്തല്ല, ദുആക്ക് ഇജാബത്ത് അല്ലാഹ് മാത്രമേ ചെയ്യുള്ളൂ. അല്ലാഹു അല്ലാത്തവരേക്ക് തിരിയുന്നവനെ പിശാച് ഏറ്റെടുക്കുന്നു. അവന് ചില സഹായങ്ങളൊക്കെ തന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ചില സംഗതികളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നു. അതുവഴി ഇവന് തോന്നുന്നു ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായി. ഇതാണ് ശിർക്കിന്റെ ഫലം എന്ന് പറഞ്ഞത്. അല്ലാതെ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ ഉത്തരം ചെയ്യും എന്നല്ല. അത് വലിയ കാര്യത്തിലാണ് മൂപ്പരിങ്ങ. ഞാൻ അന്ന് എത്ര ആയത്ത് ഓതി, എത്ര ആയത്ത് ഞാൻ ഓതി, ഈ പറഞ്ഞ ആയത്തുകളൊക്കെ ഓതി. എല്ലാ പ്രവാചകന്മാർക്കും നാം ശത്രുക്കൾ നിശ്ചയിച്ചിട്ടുണ്ട്. ശയാത്വിനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യ പിശാചുക്കളും ജിന്ന് പിശാചുക്കളും അവന്റെ ശത്രുക്കളാണ് അമ്പിയാക്കളുടെ. യൂഹി ബഅ്ലുഹും ഇലാ ബഅ്ലിൻ, അവർ പരസ്പരം ബോധനം നൽകുന്നു. ജിന്ന് പിശാചുക്കളും മനുഷ്യ പിശാചുക്കളും പരസ്പരം വഹി നൽകുന്നു, ബോധനം നൽകുന്നുവെന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. അതേപോലെ സൂറത്ത് അൻആമിലായത്ത് റബ്ബനസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ, റബ്ബേ ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു. മനുഷ്യന്മാരും ജിന്നുകളും തമ്മിൽ ഉപകാരമെടുത്തു. ഇസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ, ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു എന്നവർ പറയുന്ന വചനം. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി യസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്, പൈശാചികമായ വല്ല ദുഷ്പ്രേരണയും ഉണ്ടായാൽ നീ റബ്ബിനോട് കാവലിനെ തേടുക എന്നല്ല പറയുന്നു. ഹൽ ഉനബ്ബികും അലാ മൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം യുൽഖൂന സമഅ വഅക്സറുഹും കാദിബൂൻ. പെരുന്നുണയന്മാരും പാപികളുമായ എല്ലാവരുടെയും മേൽ പിശാചുക്കൾ ഇറങ്ങുന്നു. അവരെ മേൽ ശൈത്താൻ ഇറങ്ങുന്നതാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, എത്രയെത്ര വചനങ്ങൾ നബിയോട് ചോദിച്ചു, നബിയെ ജ്യോത്സ്യന്മാരെ കുറിച്ച് എന്തു പറയാനുണ്ട്? നബി ഞങ്ങളെ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നുമല്ല. സ്വഹാബത്ത് ചോദിച്ചു, നബി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാകുന്നുണ്ടല്ലോ. നബി ഞങ്ങൾ പറഞ്ഞു, തിൽക്കൽ കലിമത്തു മിൽ ഹഖി, അവർ പറയുന്ന ഹക്കായ വചനമുണ്ടല്ലോ, അത് യഖ്തഫുൽ ജിന്നിയു, ജിന്ന് തട്ടിയെടുക്കുന്ന വാക്കുകളാണ്. ഫയഖുറുഹാ ഫീ ഉദ്നി വലിയിഹി, ഇതിൽ അവന്റെ വലിയിന്റെ ചെവിയിൽ അവൻ പോയി കുറുകി കൊടുക്കുകയാകുന്നു. ജിന്നിന്റെ വലിയ ആ ജിന്നിന്റെ വലിയ ജ്യോത്സ്യന്മാര്, പണിക്കന്മാര്, സിദ്ധന്മാര്, കടക്കന്മാര്, അതേപോലെ ചികിത്സിക്കുന്ന തങ്ങന്മാര്, ഭാവി പറയുമെന്ന് പറയുന്ന ബീവിമാര്, ഇതൊക്കെയാണ് വലിയ ശൈത്വാൻ. ഈ ശൈത്വാന്റെ വലിയന്റെ കാതിൽ വന്ന് കുറുകിക്കൊടുക്കുന്നു. ഏതുപോലെ കോഴി കുറുകുന്നത് പോലെ ശൈത്താൻ ജിന്ന് വന്നിട്ട് ഇവന്റെ കാതിൽ കുറുകിക്കൊടുക്കുന്നു എന്നാണ് നബി തങ്ങൾ കൊടുത്ത മറുപടി. ഇതാണ് ശിർക്കിന് ഫലം തന്നത്. ഇപ്പൊ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടു, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. അത് പണ്ഡിതന്മാരും വിശദീകരിച്ചു. സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ടുള്ള വ്യത്യസ്തമായ പണ്ഡിതന്മാർക്കാരും പറഞ്ഞു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിലും അദ്ദേഹത്തെ മജ്മൂ ഫതാവയിലുമൊക്കെ വിശദമായ കാര്യം പറഞ്ഞു. അദ്ദേഹം പറയാം, മജ്മൂ ഫതാവയിൽ കാണാം, ഫകസീറൻ മാ യസ്തഗീസു റജുലു ബിശൈഖിഹി അൽ ഹയ്യ്, പല ആളുകളും ജീവിച്ചിരിപ്പുള്ള ശൈഖിനോട് ഇസ്തിഗാസ ചെയ്യും. അവിൽ മയ്യിത്തി, അല്ലെങ്കിൽ മരിച്ചുപോയ ശൈഖിനോട് ഇസ്തിഗാസ ചെയ്യും. ഫയഅ്തൂനഹു ഫീ സൂറത്തി ദാലിക ശൈഖി, ആ ശൈഖിന്റെ രൂപത്തിൽ ശൈത്താൻ അവിടെ വരും. എന്നിട്ടോ വഖദ് യുഖല്ലിസൂനഹു മാ യക്റഹു, ഇവനെ രക്ഷപ്പെടുത്തും. ഫലാ യശുക്കു, അപ്പോൾ ഇവന് സംശയമുണ്ടാവില്ല. അന്ന ശൈഖ നഫ്സഹു ജാഅഹു, ശൈഖ് തന്നെയാണ് വന്നത് എന്ന് ഒരു സംശയം ഉണ്ടാവില്ല. യഥാർത്ഥത്തിലോ അത് ശൈത്താന്റെ പണിയാകുന്നു.
ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളെ ഇബ്നു തൈമിയ്യ മജ്മു ഫതവയിൽ പറയുന്നു, അൽ ഫുർഖാനിൽ പറയുന്നു, ഇഖ്തിലായിൽ പറയുന്നു, ഇബ്നു ഖയ്യിം പറയുന്നു, ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു. എല്ലാവരും ഈ ആശയം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ശിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞത്. അല്ലാതെ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഓലൊക്കെ ദുആക്ക് ഉത്തരം ചെയ്യുമെന്നല്ല, അങ്ങനെ ആരും പറയുകയുമില്ല. അത് സ്ഥാപിക്കാൻ വേണ്ടി ആയത്തോതേണ്ട കാര്യവുമില്ല. അന്നത്തെ ഒന്നാം ഗണത്തിൽ ഞാൻ ഈ ആയത്തും ഹദീസൊക്കെ പറഞ്ഞു, നീ ഇതൊന്നും പോരെങ്കിൽ നിങ്ങൾ മനോരമ എടുത്ത് നോക്കി എന്ന് പറഞ്ഞു. ഇതൊന്നും നിങ്ങൾക്ക് പോരെ, ഇതൊന്നും സ്വീകരിക്കാൻ വയ്യേ, നാം മനോരമ നോക്കി, അവിടെ കാണാം ഉപകാര സ്മരണ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വല്ല ക്ലിപ്പാക്കി കണ്ടോ, വിസ്തക്കാർക്ക് മനോരമയാണ് പ്രമാണം, മനോരമയാണ് പ്രമാണം. കേട്ടോ നിങ്ങൾ മൂപ്പര് വിമർശനം. ഇനി നോക്ക്, ഷിർക്കിന് ഫലം ലഭിക്കുമെന്നതാണ് ഇവരുടെ മറ്റൊരു വാദം. അതിന് തെളിവായിട്ട് മനോരമ പത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉദ്ധരിച്ചിട്ടുള്ളത്, ഷിർക്കിന് ഫലം ലഭിക്കുമെന്നത്. അപ്പൊ കണ്ടോ എന്താ തെളിവ്? മനോരമ പത്രം. ഓരായത്തൊന്നും ഉപരി കേട്ടില്ല, പറഞ്ഞ ഹദീസൊന്നും കേട്ടില്ല, വായിച്ച ഇബാദത്തൊന്നും കണ്ടില്ല, ആകെ കേട്ടത് മനോരമയാണ്. മുപ്പത് കഥ തിരിയുള്ളൂ. അപ്പൊ ഞാൻ ഉസ്മാൻ സാഹിബിന്റെ ബുക്ക് വായിച്ചു കൊടുത്തു, ഇതിൽ മാതൃഭൂമി തെളിവാക്കിയിട്ടുണ്ട്, അതും വായിച്ചു കൊടുത്തു. മനോരമ മാത്രമാക്കണ്ട, മാതൃഭൂമി ഉണ്ട്. ഉസ്മാൻ സാഹിബ് മാതൃഭൂമിന്ന് ഒരു സംഭവം എടുത്തു കൊടുക്കുന്നുണ്ട്, ഇതും പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം മൂപ്പര് പറഞ്ഞു, മൂപ്പര് ആയത്തോതിയിട്ടുണ്ട്, ആയത്തോതിയിട്ടുണ്ട്, മനോരമ മാത്രമല്ല, ആയിക്കോട്ടെ ആയത്തോതിയിട്ടുണ്ട്, ശരിയാണ്, കേൾപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആയത്തോതി ഹദീസ് പറഞ്ഞു, ആ ആയത്തും ഹദീസും അടിസ്ഥാനമാക്കി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതും പറഞ്ഞു. അതിന് മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ എഴുതി വെച്ചതും വായിച്ചു. ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾക്കതിൽ പ്രമാണ പാരമ്പര്യമില്ല, അഹ്ലുസുന്നയുടെ പാരമ്പര്യമില്ല, മുജാഹിദ് പാരമ്പര്യമില്ല. അഥവാ പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല.